ദൈവനാമം വാഴ്ത്തപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ കുരുതിലേഖനം എന്ന വിഷയത്തിൻ്റെ 9ാമത്തെ സെക്ഷനിൽ പ്രവേശിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നേഹം അറിയിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ നൽകിയ പ്രോത്സാഹനത്തിനും സഹകരണത്തിനും നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ 7ാം അധ്യായത്തിൻ്റെ 24 വരെയുള്ള വചനങ്ങൾ നമ്മൾ ധ്യാനിക്കാനിടയായി തീർന്നു. ഈ സെക്ഷനിൽ നാം 25ാമത്തെ വാക്യം മുതൽ നമ്മൾ തുടർന്ന് വായിക്കാനും ധ്യാനിപ്പാനും ആഗ്രഹിക്കുന്നു. കന്യകമാരെ കുറിച്ച് എനിക്ക് കർത്താവിൻ്റെ കൽപ്പനയില്ല, എങ്കിലും വിശ്വസ്തൻ ആകുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ കരുണ ലഭിച്ചവനായി ഞാൻ അഭിപ്രായം പറയുന്നു. ഇപ്പോഴത്തെ കഷ്ട നിമിത്തം ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യൻ അങ്ങനെ തന്നെ ഇരിക്കുന്നത് അവന് നന്ന് എന്ന് എനിക്ക് തോന്നുന്നു. നീ ഭാര്യയോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവോ, വേർപാട് അന്വേഷിക്കരുത്. നീ ഭാര്യ ഇല്ലാത്തവനോ, ഭാര്യയെ അന്വേഷിക്കരുത്. വിവാഹം ചെയ്താലും ദോഷമില്ല, കന്യകയും വിവാഹം ചെയ്താലും ദോഷമില്ല. എങ്കിലും ഇങ്ങനെയുള്ളവർക്ക് ജഡത്തിൽ കഷ്ടതയുണ്ടാകും, അത് നിങ്ങൾക്ക് വരരുത് എന്ന് എൻ്റെ ആഗ്രഹം. എന്നാൽ സഹോദരന്മാരെ, ഇതൊന്നും ഞാൻ പറയുന്നു, കാലം ചുരുങ്ങിയിരിക്കുന്നു. നീ ഭാര്യയുള്ളവർ ഇല്ലാത്തവരെ പോലെയും, കരയുന്നവർ കരയാത്തവരെ പോലെയും, സന്തോഷിക്കുന്നവർ സന്തോഷിക്കാത്തവരെ പോലെയും, വിലയ്ക്ക് വാങ്ങുന്നവർ കൈവശമാക്കാത്തവരെ പോലെയും, ലോകത്തെ അനുഭവിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തവരെ പോലെയും ആയിരിക്കണം. ഈ ലോകത്തിൻ്റെ രൂപം ഒഴിഞ്ഞു പോകുന്നുവല്ലോ. നിങ്ങൾ ചിന്താകുലമില്ലാത്തവരായിരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. വിവാഹം ചെയ്യാത്തവൻ കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കും എന്ന് വെച്ച് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു. വിവാഹം ചെയ്തവൻ ഭാര്യയെ എങ്ങനെ പ്രസാദിപ്പിക്കും എന്ന് വെച്ച് ലോകത്തിനുള്ളത് ചിന്തിക്കുന്നു. അതുപോലെ ഭാര്യയായവൾക്കും കന്യയ്ക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. വിവാഹം കഴിയാത്തവൾ ശരീരത്തിലും ആത്മാവിലും വിശുദ്ധിയാകേണ്ടതിന് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു. വിവാഹം കഴിഞ്ഞവൾ ഭർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കുമെന്ന് വെച്ച് ലോകത്തിനുള്ളത് ചിന്തിക്കുന്നു. ഞാനതിൽ നിങ്ങൾക്ക് കുടുക്കിടുവാനല്ല, യുഗത വിചാരിച്ച് നിങ്ങൾ ചാബല്യം കൂടാതെ കർത്താവെങ്കിൽ സ്ഥിരമായി വസിക്കേണ്ടതിനും നിങ്ങളുടെ ഉപകാരത്തിനായിട്ടത് പറയുന്നത്. എന്നാൽ ഒരുത്തൻ തൻ്റെ കന്യയ്ക്ക് പ്രായം കിടന്നാൽ താൻ ചെയ്യുന്നത് അയോഗ്യം എന്ന് നിരൂപിക്കുന്നുവെങ്കിൽ അങ്ങനെ വേണ്ടി വന്നാൽ ഇഷ്ടം പോലെ ചെയ്യട്ടെ, അവന് ദോഷം ചെയ്യുന്നില്ല. വിവാഹം ചെയ്യട്ടെ, എങ്കിലും നിർബന്ധമില്ലാതെ തൻ്റെ ഇഷ്ടം നടത്തുവാൻ അധികാരമുള്ളവനും ഹൃദയത്തിൽ ശ്രദ്ധയുള്ളവനുമായ ഒരുവൻ തൻ്റെ കന്യകയെ സൂക്ഷിച്ചുകൊള്ളുവാൻ സ്വന്തം ഹൃദയത്തിൽ നിർണയിച്ചുവെങ്കിൽ അവന് ചെയ്യുന്നത് നന്ന്. അങ്ങനെ ഒരുത്തൻ തൻ്റെ കന്യകയെ വിവാഹം കഴിപ്പിക്കുന്നത് നന്ന്, വിവാഹം കഴിപ്പിക്കാതിരിക്കുന്നത് ഏറെ നന്ന്. ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം സ്ത്രീ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചുപോയാൽ തനിക്ക് മനസ്സുള്ളവനുമായി വിവാഹം കഴിപ്പാൻ സാധ്യതയുണ്ട്. കർത്താവ് വിശ്വസിക്കുന്നവനുമായി മാത്രമേ ആകാവൂ. അവൾ അങ്ങനെ തന്നെ പാർത്തുകൊണ്ടാൽ ഭാഗ്യമേറിയവളെന്ന് എൻ്റെ അഭിപ്രായം ദൈവാത്മാവ് എനിക്കുമുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ പറഞ്ഞതുപോലെ കുടുംബജീവിതത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടെ വിവാഹം കഴിച്ചാൽ അവർ അനുഭവിക്കുന്ന കഷ്ടതകളെക്കുറിച്ച്, അവരുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ എപ്രകാരമായിരിക്കുമെന്നും കഴിക്കാത്തവർ എപ്രകാരമായിരിക്കുന്ന കാര്യത്തിൽ പറയുന്നതെന്ന്, വിവാഹം കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം അവർ തൻ്റെ പങ്കാളിയെ സന്തോഷിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു, കഴിയാത്തവർ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ചിന്തിക്കുന്നു എന്നുള്ളതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. എന്നിട്ട് ആ രണ്ടിൻ്റെയും മാറ്റങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. ദൈവത്തെ പ്രസാദിക്കുന്ന ജീവിക്കുക എന്നുള്ളതാണ് പൗലോസിൻ്റെ ലക്ഷ്യം. ആ പ്രകാരമായിരിക്കുമ്പോൾ തന്നെ മറ്റു പ്രശ്നങ്ങളുണ്ടായിരിക്കാനായിട്ട് വിവാഹം കഴിക്കുന്നതിന് വിരോധം ഇല്ല എന്ന് തന്നെ അവിടെ പറയുന്നുണ്ട്. ഇത് തന്നെ ഉപദേശമായിട്ടുള്ള തൻ്റെ അഭിപ്രായമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവിടുന്ന് 8ാം അധ്യായം പ്രവേശിക്കുമ്പോൾ വിഗ്രഹാർപ്പിതങ്ങളായ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. വിഗ്രഹാർപ്പിതങ്ങളുടെ കാര്യം പറഞ്ഞാലോ നമുക്ക് എല്ലാവർക്കും അറിവുണ്ടെന്ന് നമുക്കറിയാം. അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹമോ ആത്മീയവർദ്ധന വരുത്തുന്നു. താൻ വല്ലതും അറിയുന്നെന്ന് ഒരു തന്നെ തോന്നുന്നെങ്കിൽ അറിയേണ്ടതുപോലെ അവൻ ഇന്നുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. ഇവിടെയാണ് അല്ലേ, ജ്ഞാനികളാണെന്ന് തോന്നുന്ന പലരുമുണ്ട്. പക്ഷേ വചനം പറയുന്നത് ഒന്നും അറിയേണ്ടതുപോലെ ഇതുവരെ അവൻ അറിഞ്ഞിട്ടില്ല. ഇവിടുന്ന് ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിലോ ദൈവം അവനെ അറിഞ്ഞിരിക്കുന്നു. വിഗ്രഹാർപ്പിതങ്ങൾ തിന്നുന്നതിനെ കുറിച്ച് ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നും ദൈവമല്ലാതെ ദൈവമില്ല എന്ന് നാം അറിയുന്നു. പല ദേവന്മാരും പല കർത്താക്കന്മാരും ഉണ്ട് എന്ന് പറയുന്നുവല്ലോ. എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാരെന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ. അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതും ആകുന്നു. യേശുക്രിസ്തു ഏകകർത്താവ് നമുക്കുണ്ട്. മുഖാന്തരം സകലവും മുഖാന്തരം നാമും ആകുന്നു.
നാം എല്ലാവരിലും, എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല. ചിലർ ഇന്നുവരെ ഗൃഹപരിചയം ഹേതുവായി ഗൃഹാർപ്പിതം എന്ന് വെച്ച് തിന്നുന്നു. അവരുടെ മനസാക്ഷി ബലഹീനമാകിയാൽ മലിനമായിത്തീരുന്നു. എന്നാൽ ആഹാരം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. തിന്നാഞ്ഞാൽ നമുക്ക് നഷ്ടമില്ല, തിന്നാൽ ആദായവുമില്ല. എന്നാൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം ബലഹീനന്മാർക്ക് യാതൊരു വിധത്തിലും തടങ്ങളായി വരാതിരിപ്പാൻ നോക്കുവേൻ. ഇവിടെ ഗൃഹാർപ്പിതത്തെക്കുറിച്ചുള്ളതായ വിവരണമാണ് നൽകുന്നത്. അവിടെ അദ്ദേഹം പറഞ്ഞത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മറ്റൊരാൾക്ക് ഇടർച്ച വരുത്തുമെങ്കിൽ നാം അത് ഒഴിവാക്കണം എന്നുള്ളതാണ്. നമ്മുടെ മനസാക്ഷി നമ്മെ വഞ്ചിക്കുന്നില്ലെങ്കിൽ കഴിക്കാം. പക്ഷെ അതേ സമയം തന്നെ നാം അത് കഴിക്കുന്നത് ഒരു ബലഹീന വിശ്വാസി കാണുകയും അദ്ദേഹത്തിന് അത് വിശ്വാസത്തിൽ നിന്ന് ക്ഷീണം സംഭവിക്കുവാൻ കാരണമായി തീരുമെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവായിരിക്കണം എന്നാണ് ഇവിടെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. 10 വായിക്കുമ്പോൾ ബലഹീനന്മാർക്ക് യാതൊരു വിധത്തിലും തടങ്ങളായി വരാതിരിപ്പാൻ നോക്കുവിൻ. അറിവുള്ളവനായ നീ ക്ഷേത്രത്തിൽ ഭക്ഷണത്തിൽ ഇരിക്കുന്ന ഒരുത്തൻ കണ്ടാൽ ബലഹീനനെങ്കിൽ അവൻ്റെ മനസാക്ഷി ഗൃഹാർപ്പിതങ്ങളെ തിന്നുവാൻ തക്കവണ്ണം ഉറക്കിയില്ലയോ? ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചുവോ? ബലഹീന സഹോദരൻ ഇങ്ങനെ നിന്റെ അറിവിനാൽ നശിച്ചു പോകുന്നു. ഇങ്ങനെ സഹോദരന്മാരുടെ നേരെ പാപം ചെയ്ത് അവർ ബലഹീന മനസാക്ഷിയെ ദണ്ഡിപ്പിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനോട് പാപം ചെയ്യുന്നു. ആകയാൽ ആഹാരം എൻ്റെ സഹോദരന് ഇടർച്ചയായി തീരുമെങ്കിൽ സഹോദരന് ഇടർച്ച വരുത്താതിരിക്കണമെന്ന് ഞാനൊരു നാളും മാംസം തിന്നുകയില്ല. അപ്പോൾ ബലഹീനരായ വിശ്വാസികളുടെ വിശ്വാസത്തിന് ഇടർച്ച വരുന്ന രീതിയിലുള്ളതായ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഇടർച്ച വരുന്ന ഒന്നിലേക്ക് ഇടപെടരുത്, പ്രത്യേകിച്ചും ആഹാര കാര്യങ്ങൾ എന്നുള്ളതായ ഒരു ഉപദേശമാണ് 8 അധ്യായത്തിൽ നിന്ന് പ്രധാനമായി ലഭിക്കാൻ ഇടയായിരുന്നത്. 9 വരുമ്പോൾ നാം സ്വതന്ത്രനല്ലയോ, ഞാൻ അപ്പോസ്തലനല്ലയോ, നമ്മുടെ കർത്താവായ യേശുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ? കർത്താവിൽ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങളല്ലയോ? മറ്റുള്ളവർക്ക് ഞാൻ അപ്പോസ്തലനല്ലെന്ന് വരികിൽ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ആകുന്നു. കർത്താവിൽ എൻ്റെ അപ്പോസ്തലത്തിൻ്റെ മുദ്ര നിങ്ങളല്ലയോ? എന്നെ വിധിക്കുന്നവരോട് ഞാൻ പറയുന്ന പ്രതിവാദം ഇതാകുന്നു, തിന്നുവാനും കുടിപ്പാനും ഞങ്ങൾക്ക് അധികാരമില്ലയോ? ശേഷം അപ്പോസ്തലന്മാരും കർത്താവിന് സഹോദരന്മാരും കേഫാവും ചെയ്യുന്നത് പോലെ ഭാര്യയായ സഹോദരിയുമായി സഞ്ചരിപ്പാൻ ഞങ്ങൾക്ക് അധികാരമില്ലയോ? അല്ല, വേല ചെയ്യാതിരിപ്പാൻ എനിക്കും ബർന്നബാസിനും മാത്രം അധികാരമില്ല എന്നുണ്ടോ? സ്വന്തം ചെലവിന്മേൽ യുദ്ധസേവ ചെയ്യുന്നവനാർ, മുതിത്തോട്ടം നട്ടുണ്ടാക്കി അതിൻ്റെ ഫലം തിന്നാതിരിക്കുന്നവനാർ, ആട്ടിൻകൂട്ടത്തെ മേയിച്ച് കൂട്ടത്തിൻ്റെ പാൽ കൊണ്ട് ഉപജീവനം കഴിക്കാതിരിക്കുന്നവനാർ. ഞാനിത് മനുഷ്യരുടെ മര്യാദപ്രകാരമോ പറയുന്നത്? ന്യായപ്രമാണവും ഇങ്ങനെ പറയുന്നില്ലയോ? മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കോട്ട കെട്ടരുത് മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഇവൻ കാളയ്ക്ക് വേണ്ടിയോ ചിന്തിക്കുന്നത് അല്ല, കേവലം നമുക്ക് വേണ്ടി പറയുന്നത്. അത് ഉഴുന്നവൻ ആശയോടെ ഒഴുകുകയും മെതിക്കുന്നവൻ ഫലം കിട്ടും എന്നുള്ള ആശയോടെ മെതിക്കുകയും വേണ്ടതാകിയാൽ നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത്രേ. അതായത് തൻ്റെ അപ്പോസ്തലത്തിൻ്റെ ഫലത്തെക്കുറിച്ചൊക്കെ ഇവിടെ പറയുന്നത്. ഇവിടെ പറയുകയാണ്, തനിക്കും വേണമെങ്കിൽ ഭാര്യയായ ഒരു സഹോദരിയുമായി ഒരുമിച്ച് നടക്കുവാനുള്ള അധികാരമുണ്ട്. മറ്റുള്ളവരെ പോലെ സുവിശേഷം അറിയിക്കുന്നതിൽ നിന്നും അതിൻ്റെ നന്മ അനുഭവിപ്പാൻ തനിക്ക് അധികാരമുണ്ട്. അങ്ങനെ അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ശക്തമായ മറുപടി നൽകുന്ന ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം പറഞ്ഞാണ്, സുവിശേഷം അറിയിക്കുന്നവൻ അതിൽ നിന്ന് ലഭിക്കുന്ന നന്മ കൊണ്ട് ജീവിക്കുവാൻ വിരോധമില്ല, ജീവിക്കേണ്ടതാകുന്നു എന്നുള്ളതായ കാര്യങ്ങൾ അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ ആത്മീയമായി നിങ്ങൾക്ക് വിതച്ചിട്ട് നിങ്ങൾ ഐഹികമായത് കൊയ്താൽ വലിയ കാര്യമോ? മറ്റുള്ളവർ നിങ്ങളുടെ മേൽ ഈ അധികാരമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എത്ര അധികം. എങ്കിലും ഞങ്ങൾ ഈ അധികാരം പ്രയോഗിച്ചിട്ടില്ല. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യാതൊരു വിഘ്നവും വരുത്താതിരിപ്പാൻ സകലവും പൊറുക്കുന്നു. ദേവാലയ കർമ്മങ്ങൾ നടത്തുന്നവർ ദേവാലയം കൊണ്ട് ഉപജീവിക്കുന്നതും യാഗപീഠത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവൻ യാഗപീഠത്തിലെ വഴിപാടുകളിൽ ഓഹരിക്കാരാകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അതുപോലെ കർത്താവും സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണമെന്നും കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഒരു വ്യവസ്ഥ അവിടെ വയ്ക്കുകയാണ്. ദേവാലയ കർമ്മങ്ങൾ ചെയ്യുന്നവൻ, ദേവാലയ നന്മ കൊണ്ട് യാഗപീഠത്തിലെ ശുശ്രൂഷ ചെയ്യുന്നവൻ യാഗപീഠത്തിലെ വഴിപാടുകൾക്ക് ഓഹരിക്കാരാകുന്ന പോലെ സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷ ഘോഷണത്തിൽ നിന്ന് ലഭിക്കുന്നതായ നന്മ കൊണ്ടും ജീവിക്കണം എന്നുള്ളതായ ഒരു കാര്യം ഇവിടെ തന്നെ ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ട് താൻ പറയും, ഇതൊന്നും ഞാൻ തൻ്റെ അനുഭവത്തോട് ചേർത്ത് പറയുമ്പോൾ ഇതൊന്നും ഞാൻ പ്രയോഗിച്ചിട്ടില്ല. ഇങ്ങനെ എനിക്ക് കിട്ടണമെന്ന് വെച്ച് ഞാനിത് എഴുതുന്നതുമല്ല.
ആരെങ്കിലും എൻ്റെ പ്രശംസ വ്രതമാക്കുന്നതിനേക്കാൾ മരിക്കുക തന്നെ എനിക്ക് നല്ലത്. ഞാൻ സുവിശേഷം അറിയിക്കുന്നെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാനിതെല്ലാം പറഞ്ഞിട്ട് പറയുക, എനിക്ക് മറ്റുള്ളവരുടെ വസ്തുവകളൊക്കെ അനുഭവിപ്പാൻ അർഹതയുണ്ടെങ്കിൽ ഞാനതൊന്നും അനുഭവിക്കുന്നില്ല. സുവിശേഷം ഞാൻ അറിയിക്കുന്നില്ലെങ്കിൽ ഈ കഷ്ടമാണ്. നിർബന്ധം എൻ്റെ മേൽ കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉത്തരവാദിത്തമാണ് സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. ആ നിർബന്ധം നമ്മുടെ മേൽ കിടക്കുകയാണ്. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഓരോ ദൈവവൈദ്യൻ്റെയും ജീവിതത്തിൽ ഏറ്റവും പരമപ്രധാനമായി സൂക്ഷിക്കേണ്ട ഒരു കാര്യം ഇതാണ്: നാം നമ്മുടെ കർത്താവിൻ്റെ സാക്ഷികളായിരിക്കണം എന്നുള്ളത്. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് സാക്ഷികളാകണമെന്നാണ് കർത്താവ് പറഞ്ഞത് എല്ലായിടത്തും. അതുകൊണ്ട് നമ്മുടെ സാക്ഷികളാകണം. നിർബന്ധം മുഴുവൻ കിടക്കുക അല്ലേ? ഞാൻ സുവിശേഷം അറിയിക്കുന്നെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. നിർബന്ധം എന്നെ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. നമ്മളത് അറിയിച്ചാൽ പ്രശംസിക്കാനൊന്നുമില്ല. 10 പേരോട് പറഞ്ഞാലും 100 പേരോട് പറഞ്ഞാലും 1000 പേരോട് പറഞ്ഞാലും 10,000 പേരോട് പറഞ്ഞാലും അതിൽ നിന്നും പ്രശംസിക്കാനില്ല. പക്ഷെ അറിയിക്കുന്നില്ലെങ്കിൽ കഷ്ടമാണ്. ലഭിക്കുന്ന സമയങ്ങൾ ദൈവനാമത്തിന് വേണ്ടി ദൈവരാജ്യവ്യാപ്തിക്കായി ഈ സുവിശേഷ സത്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സഹായിക്കാം. എല്ലാവർക്കും ഒരു പക്ഷെ പോയി പറയാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ അടുക്കൽ നിങ്ങൾ തേടി വരുന്നതായ ഈ സന്ദേശം നിങ്ങളുടെ വിരൽ തുമ്പ് കൊണ്ടൊന്ന് ഷെയർ ചെയ്യുമ്പോൾ അത് നിങ്ങൾ മുഖാന്തരം മറ്റു പലരിലേക്ക് എത്തുകയാണ്. അങ്ങനെ നമുക്ക് സുവിശേഷത്തിൽ ഒരുമിച്ച് പങ്കാളിത്തമായി പങ്കെടുത്താൻ സഹായിക്കട്ടെ. കത്തുനത്തിയിൽ നിന്ന് ചില കൊള്ളികളെ കൂടെ വെളിച്ചെടുത്ത് രക്ഷിപ്പാനായിട്ട് അവൾ ഉത്സാഹിപ്പാനായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഞാനത് മനഃപൂർവ്വം നടത്തുന്നെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. മനഃപൂർവ്വമല്ലെങ്കിലും കാര്യം എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. മനഃപൂർവ്വമായി നമ്മൾ നടത്തുമ്പോൾ നമുക്ക് പ്രതിഫലമുണ്ടെന്നാ. ഇപ്പോൾ സുവിശേഷ നടത്തുന്ന ഒരു പ്രതിഫലമുണ്ട്, സാക്ഷ്യം വയ്ക്കുന്ന ഒരു പ്രതിഫലമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലഭിക്കുന്ന സന്ദേശങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് വിടണം. അവരുടെ തുമ്പിൽ കിട്ടുന്ന ആ ഷെയർ ബട്ടൺ ഒന്ന് ഷെയർ ചെയ്യുന്നത് വലിയ ചിലവുള്ള കേസൊന്നുമല്ലല്ലോ. അധികം സമയമൊന്നും വേണ്ടല്ലോ, അധികം അധ്വാനമൊന്നും വേണ്ടല്ലോ. 10 പേരുടെ അടുക്കളയ്ക്ക് കൂടുതലായിട്ട് ദൈവം ഒത്തിട്ടെ നാം അത് ചെയ്യുന്നതിലൂടെ നാം സുവിശേഷീകരണത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. എൻ്റെ പ്രസംഗം മാത്രമല്ല, ദൈവന സന്ദേശങ്ങൾ അടുക്കൽ ആരുടെയാണ് കൈ കിട്ടിയാൽ അതൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം, ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാം, ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്യാം. ഏതെല്ലാം സോഷ്യൽ മീഡിയ ഏതെല്ലാം തലങ്ങൾ ഉപയോഗിക്കാൻ കഴിയും അവിടെ എല്ലാം ഷെയർ ചെയ്യുന്നതിലൂടെ അനേക കയ്യിലേക്ക് വചനം എത്തുകയാണ്. അത് അങ്ങനെ എത്തുമ്പോൾ സുവിശേഷീകരണം ത്വരിതഗതിയിലായിത്തീരുകയാണ്. വല്ല വിധേനയും കത്തുനദിയിൽ നിന്ന് ചില കൊള്ളികളെ കൂടെ വിളിച്ചെടുത്ത് രക്ഷിപ്പാനായിട്ടത് കാരണമായി തീരുന്നു. നമുക്ക് ആവോളം ഉത്സാഹിക്കാം. നിർബന്ധം നമ്മുടെ മുന്നിൽ കിടക്കുകയാണ്. നമ്മൾ അറിയിക്കുന്നതിന് കഷ്ടമായി തീരും. അല്ല, നമുക്ക് പ്രതിഫലമുണ്ട്. മനഃപൂർവ്വം ചെയ്താൽ പ്രതിഫലവുമുണ്ട്. ആ പ്രതിഫലം ഒന്നും നഷ്ടപ്പെടുത്തരുത്. അടുത്തത്, എന്നാൽ എൻ്റെ പ്രതിഫലം എന്ത്? സുവിശേഷം അറിയിക്കുമ്പോൾ സുവിശേഷഘോഷത്തിലുള്ള അധികാരം മുഴുവൻ ഉപയോഗിക്കാതെ ഞാൻ സുവിശേഷഘോഷം ചെലകൂടാതെ നടത്തുന്നത് തന്നെ. ഇങ്ങനെ ഞാൻ കേവലം സ്വതന്ത്രനെങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി. യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ യഹൂദനെ പോലെയായി. ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവൻ അല്ല എങ്കിലും ന്യായപ്രമാണത്തിന് കീഴുള്ളവനെ പോലെയായി. ദൈവത്തിന് ന്യായപ്രമാണമില്ലാത്തവനാകാതെ ക്രിസ്തുവിന് ന്യായപ്രമാണമുള്ളവനായിരിക്കെ ന്യായപ്രമാണം ഇല്ലാത്തവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണമില്ലാത്തവർക്ക് ന്യായപ്രമാണം ഇല്ലാത്തവനെ പോലെയായി. ബലഹീനന്മാരെ നേടേണ്ടതിന് ഞാൻ ബലഹീനനായി. ഏത് വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. വളരെ ദർശനം കണ്ടോ? ഏത് വിധത്തിലെങ്കിലും ചിലരെ രക്ഷിക്കേണ്ടതിനായിട്ട് അങ്ങനെ എല്ലാവർക്കും എല്ലാമായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഒരു വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. പ്ലസ് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന് കീഴുള്ളവനെ നേടുവാൻ അപ്രകാരവും അല്ലാത്തവരെ നേടുവാൻ അപ്രകാരവും അവരുടെ നിലവാരം മനസ്സിലാക്കി അവരോട് ചേർന്ന് നിന്നുകൊണ്ട് അവിടെ നേടുവാൻ ഞാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഈ തലമുറയിൽ സുവിശേഷ ഘോഷണത്തിൻ്റെ പ്രാധാന്യം എത്രമാത്രമുണ്ട്. അത് എപ്രകാരം ചെയ്യുന്ന വ്യക്തമായ ഒരു മാതൃക നമുക്ക് പൗലോസ് കാണിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ അവസരങ്ങൾ നഷ്ടമാക്കരുത്. നമുക്ക് ലഭിക്കുന്ന ആ സമയങ്ങൾ, നമുക്ക് ലഭിച്ച താഴ്ന്നുകൾ, നമുക്ക് ലഭിച്ച സമ്പത്ത്, നമുക്ക് ലഭിച്ച ആരോഗ്യമൊക്കെ ദൈവനാമത്തിന് വേണ്ടി ദൈവരാജ്യവ്യാപ്തിക്കായി ചെലവഴിപ്പാനായിട്ട്
കർത്താവ് നമ്മെ സഹായിക്കുന്നുണ്ട്. വല്ല വിധേനയും ചില നേടേണ്ടതായിട്ട് എല്ലാവർക്കും എല്ലാമായി തീർന്ന പോലെ പറയുന്നത് പോലെ നമുക്ക് തലമുറയിൽ സുശേഷനായിട്ട് നമുക്ക് ആ ഒരു ഉത്സാഹമായി കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അടുത്ത് നമ്മൾ വായിച്ചത്, സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞങ്ങൾ സകലവും സുവിശേഷം നിമിത്തം ചെയ്യുന്നു. കേട്ടോ, സുവിശേഷത്തിൽ ഒരു പങ്കാളി ആകേണ്ടതിന്. ഇവിടെ നമുക്കും ഒരു പങ്കാളിത്തം വഹിക്കാം സുവിശേഷ ഘോഷണത്തിൽ. നിർബന്ധം നമ്മളിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ സുവിശേഷ ലജ്ജയിലെന്ന് പറയുവാൻ നമുക്ക് കഴിയട്ടെ. അതിൻ്റെ പങ്കാളിത്തമായി നമുക്ക് ഉത്സാഹിക്കാം. ലഭിക്കുന്ന സമയങ്ങൾ നമ്മൾ അതിനുവേണ്ടി വിനിയോഗിക്കുന്നെങ്കിൽ നിശ്ചയമായും ചിലരെ ഞങ്ങളുടെ കർത്താവിനോട് നേടുവാനായിട്ട്, ചിലരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെടുവാനായിട്ട് അത് കാരണമായി തീരും. ഒരുപക്ഷെ നാളുകളിലെ സുവിശേഷകന്മാർ, നിങ്ങൾ ഈ ദിവസങ്ങളിൽ സുവിശേഷം പറയുമ്പോൾ രക്ഷിക്കപ്പെടുന്നവരായിരിക്കാം നാളുകളിലെ സുവിശേഷകന്മാരായി ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നവർ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പങ്കാളിത്തം ഉറപ്പാക്കാം സുവിശേഷീകരണത്തിൽ. നിനക്ക് ഇതിൻ്റെ പങ്കാളിത്തം ഉറപ്പാക്കാൻ കഴിയുന്നുണ്ടോ സുവിശേഷീകരണത്തിൽ? ഇല്ലെങ്കിൽ ഈ സമയം അതിനോട് വിനിയോഗിക്കാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ബുദ്ധി ഉപദേശിക്കുകയാണ്. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു എങ്കിലും ഒരുവനെ ബിരുദം പ്രാപിക്കുന്നുള്ളൂ. നമുക്കറിയാം പലതരം മത്സരങ്ങളുണ്ട്. മത്സരങ്ങളിലൊക്കെ ഗ്രൂപ്പായിട്ടും വ്യക്തിപരമായിട്ടും മത്സരിക്കുന്ന ആളുകളുണ്ട്. എല്ലാവരും ബിരുദം പ്രാപിക്കുന്നില്ല, ചിലരെ വിജയം പ്രാപിക്കുന്നുള്ളൂ. ക്രൈസ്തവ ജീവിതം എന്നുള്ളതൊരു ഓട്ടക്കളം പോലെയാണ്, ഒരു പടക്കളം പോലെയാണ്, പോർക്കളം പോലെയാണ്. ഇവിടെ നമ്മൾ ഓടി ജയിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരെയും ഉത്തരവാദിത്തമാണ്. ജയിക്കത്തക്ക രീതിയിൽ വേണം ഓടുവാനായിട്ട്. നമുക്കറിയാം, നമ്മേക്കാൾ മിടുക്കന്മാർ, വിശുദ്ധന്മാർ, പ്രാർത്ഥനാവീരന്മാർ, ശക്തന്മാരായവർ പലരും ഓടിയിട്ട് ഓട്ടം പൂർത്തിയാക്കാൻ കഴിയാതെ പട്ടുപോയ പടക്കളത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരുപാട് പേർ പരാജയത്തിൻ്റെ കയ്പ് നീര് കുടിച്ച ഒരു മണ്ഡലത്തിലാണ് നിൽക്കുന്നത്. ഇതുവരെ നിന്നെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാണെന്ന് ഓർത്ത് ആ കൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ആവോളം വിജയം പ്രായത്തിൽ ഓടുവാനായിട്ട് കർത്താവിനെ സഹായിക്കട്ടെ. പുലസ്വഞ്ഞ നല്ല പോര് പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. എൻ്റെ പറഞ്ഞത് നീതിയുടെ കിരീടം എനിക്കായി കിട്ടും. ഇവിടെ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തെ പരിശോധിക്കാം. ഏതെങ്കിലും നിലകളിലൊക്കെ വീഴ്ചകളും താഴ്ചകളും പരാജയങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ടുപിടിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ക്രമീകരണം പ്രാപിച്ച് പിന്നെയും ശക്തിയോടുകൂടി ബിരുദം പ്രാപിക്കുവാനായിട്ട് കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ശാന്തമായി ചിന്തിക്കാം, എൻ്റെ ഓട്ടം എപ്രകാരമാണ്? ഇപ്രകാരം ഓടി എനിക്ക് ബിരുദം പ്രാപിക്കാൻ കഴിയുമോ? ഇനിയും ഞാൻ എന്തെങ്കിലും ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ടോ? എന്തെങ്കിലും ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ടോ? അതെല്ലാം നമുക്ക് തന്നെ കാണുവാനായിട്ട് ഈ പാഠം പഠിക്കുമ്പോൾ നമുക്ക് നമ്മെ തന്നെ കാണുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു എങ്കിലും ഒരുവിനെ ബിരുദം പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടുവീൻ. നമ്മളുള്ള ദിവാത്മന ദൂതം എന്താണ്? നിങ്ങളും പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടുവീൻ. ഒരുപാട് പേര് ഓടുന്നു, ആ കൂട്ടത്തിൽ ഞാൻ ഓടുന്നു എന്നുള്ളതല്ല, പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടണം. പലരും ലക്ഷ്യം കണ്ടെത്തിയില്ല, പലരും ലക്ഷ്യം തെറ്റിപ്പോയി. ഉത്സാഹത്തോടെ സമർപ്പണത്തോടെ തീരുമാനത്തോടെ ഓടിയ പലരും ഇന്ന് ഈ ഓട്ടക്കളത്തിലില്ല. ഓടി വരുവാൻ എവിടെയോ ലക്ഷ്യം തെറ്റിപ്പോയി. അവർ വഴി മാറിപ്പോയി, ലക്ഷ്യം തെറ്റി, ഉന്നം പഴിച്ചു, പാപം സംഭവിച്ചു. ദൈവാത്മാവ് പറയുന്നത് ഓടണം. എന്തിനാണ്? ബിരുദം പ്രാപിക്കുവാനായിട്ട് ഓടണം. ഈ പാഠപദ്ധതി നമ്മൾ പഠിക്കുമ്പോൾ നമുക്കതൊരു വെല്ലുവിളിയായിട്ട് എടുക്കാം. ബിരുദം പ്രാപിക്കുവാനായിട്ട് ഓടുവാനായിട്ട് ഒരു ചലഞ്ച്. എൻ്റെ ഓട്ടം, ഇനിയുള്ള നാളുകളിലെ ഓട്ടം ഞാൻ ബിരുദം പ്രാപിക്കുവാനായി ഓടിത്തീർക്കുമെന്ന് പറയുവാനായിട്ട് എത്ര തയ്യാറാകുന്നുണ്ട്? എന്നെ കേൾപ്പിക്കാനല്ല, അടുത്തിരുന്ന് ആരോടും പറയാനല്ല, നീ ദൈവമായിട്ടിരിക്കുന്ന സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഒരു തീരുമാനം, കർത്താവേ ഇനിയുള്ള എൻ്റെ ഓട്ടം ബിരുദം പ്രാപിക്കാനായിട്ട് ഓടാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന നിശ്ചയമായും അന്ന് എനിക്കൊരു അനുഗ്രഹമായി തീരും, ഒരു വിടുതലായിത്തീരും. മാത്രമല്ല, കർത്താവ് വരുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളി കേൾപ്പാനായിട്ട് അതൊരു കാരണമായി തീരും. അടുത്തത്,
അംഗം പൊരുന്നവനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അപ്പോൾ ഈ യുദ്ധത്തിന് പോകുന്നവരൊക്കെ എല്ലതൊന്നും വാരി വിളിച്ച് തിന്നാനായിട്ട് അവർക്ക് പ്രമാണമില്ല. ഒരു കൃത്യമായ വ്യായാമവും കൃത്യമായ ഭക്ഷണക്രമവും കൃത്യമായ പരിശീലനവും അവർക്ക് അനിവാര്യമാണ്. അല്ലാതെ വെറുതെ പോയിരുന്ന് യുദ്ധകളത്തിൽ ആവശ്യമായ വഴക്കമില്ലാതെ വ്യായാമമുറകൾ സ്വീകരിക്കാതെ കിട്ടുതെല്ലാം വാരി വലിച്ചു നിന്ന് ഒരു ചെറിയ മല പോലെ അവിടെ പോയി നിന്നാൽ വിജയം പ്രാപിക്കാൻ കഴിയില്ല. ഒഴിവാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കിയെങ്കിൽ മാത്രമാണ് നല്ല പടയാളിയായിട്ട് അവിടെ നിൽക്കാൻ കഴിയത്തുള്ളൂ. നീ ക്രിസ്തുവിൻ്റെ നല്ല പഠനമാണ്. ക്രിസ്തുവിൻ്റെ പഠനമായതുകൊണ്ട് തന്നെ ഈ പോർക്കളത്തിൽ യുദ്ധം ചെയ്യുവാൻ ആവശ്യമായ ആയുധവർഗം ധരിച്ചുകൊണ്ട് ഒഴിവാക്കിക്കൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് വേണം നിന്റെ ക്രിസ്തു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അംഗം പൊരുന്നവനെല്ലാം സകലത്തിലും വർജനം ആചരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് പറഞ്ഞു തന്നെയാണ് അത് അവർ ചെയ്യുന്നത് ഇതിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? വാടുന്ന കിരീടം പ്രാപിക്കാനായിട്ട്. നാമോ വാടാത്തത് പ്രാപിക്കാനായിട്ടാണ്. ഇവിടെ ലോകത്തിലെ മനുഷ്യന് ഓടുന്ന ഓട്ടത്തിനെല്ലാം ചില പ്രതിഫലങ്ങൾ കിട്ടിയെന്ന് വന്നേക്കാം, ലോകപ്രകാരമുള്ള കിരീടങ്ങൾ ലഭിച്ചു വന്നേക്കാം, പ്രശസ്തിയും സമ്മാനങ്ങൾ ലഭിച്ചു വന്നേക്കാം. പക്ഷെ അതെല്ലാം ക്ഷണികമാണ്, വാടിപ്പോകുന്നതാണ്. പാലസ്തീനിലൊക്കെ അന്ന് അങ്ങനെ ഓടുന്നവർക്ക് ഒലിവില കൊണ്ട് ഒരു കിരീടം ഉണ്ടാക്കി കൊടുക്കുന്ന പറയുന്നത്. അതാണ് അന്നത്തെ ഫസ്റ്റ് ട്രോഫി. അതൊക്കെ ഓടുന്നവന് അഭിമാനമായ കാര്യമാണ്. ആ കിരീടം വെച്ചുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ ഓടുന്നവന് വലിയ അഭിമാനമായ കാര്യമാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ വാടിപ്പോവും. പൗലോസ് ആ പശ്ചാത്തലത്തിൽ നിന്നുള്ള പറഞ്ഞത്, ഇവിടെ ഓടുന്നവരൊക്കെ പ്രാപിക്കുന്നതെല്ലാം വാടിപ്പോകുന്ന കിരീടങ്ങളാണ്, ക്ഷയിച്ചു പോകുന്ന കിരീടങ്ങളാണ്, നശിച്ചു പോകുന്ന കിരീടങ്ങളാണ്. എന്നാൽ ദൈവം നമുക്ക് നൽകുന്നത് വാട്ടമില്ലാത്തതാണ്, മാലിന്യമില്ലാത്തതാണ്, ക്ഷയമില്ലാത്തതാണ്. അതുകൊണ്ട് ഇവർ ഓടുന്നതിനേക്കാൾ കൂടുതൽ ഉത്സാഹത്തോടെ നാം ചിലത് പ്രാപിക്കണമെന്നാണ് ജീവൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നശിച്ചു പോകുന്ന സമ്മാനങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ത്യാഗം സഹിച്ച് തന്നെത്താൻ ഒരുക്കി വർജിച്ച് ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെ ഓടി അവൻ അത് ബിരുദ് പ്രാപിക്കുന്നെങ്കിൽ വാടി പോകാത്ത വലിയ പ്രതിഫലങ്ങൾ ലഭിക്കുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഓട്ടം എന്നുള്ളത് വിശ്വസ്തയോടെ ഓടി അത് അപ്രകാരം പ്രാപിക്കണമെന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ശാന്തമായിട്ട് നമുക്ക് നമ്മുടെ ചോദിക്കാം, എവിടെ എത്തി നമ്മുടെ അംഗം? ഈ പടക്കളത്തിലുള്ള പോരാട്ടം പ്രകാരമാണ്. ജയം പ്രാപിക്കാൻ കഴിയുന്നുണ്ടോ? ഇനിയൊരു മാറ്റം നമ്മളിൽ അനിവാര്യമാണ്, ക്രമീകരണം നമ്മൾ അനിവാര്യമാണ്, ഒരു തിരുത്തൽ നമുക്ക് അനിവാര്യമാണ്. ശാന്തമായി ചിന്തിച്ച് അതെല്ലാം കണ്ടുപിടിക്കുവാനും ഏറ്റുപറയുവാനും ഉപേക്ഷിപ്പാനെല്ലാം ഈ പാഠം നമുക്കൊരു കാരണമായി തീരട്ടെ. ആകയാൽ നാം നിശ്ചയമില്ലാത്ത വണ്ണമല്ല ഓടുന്നത്. ആകാശ കുത്തുന്നത് പോലെ അല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. ഇവിടെ എന്തിനു വേണ്ടിയാണ് കർത്താവിനെ വിളിച്ച് വേർതിരിച്ചത്, എന്തിനു വേണ്ടിയാണ് ഞാൻ ദൈവവിലേക്ക് വന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടായി അത് പ്രാപിക്കാൻ വേണ്ടി ഓടണം. വെറുതെ ഓടുക എന്നുള്ളതല്ല, ലക്ഷ്യം കണ്ടുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് ഓടിയെത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ല് പറയും, പട്ടി ചന്തയ്ക്ക് പോകണ പോലെ എന്ന് പറയാറുണ്ട്. മറ്റൊരു കാര്യം പറയും, പട്ടിക്ക് ഇരിക്കാൻ നേരമില്ല, പട്ടി നടന്നിട്ട് യാതൊരു കാര്യമില്ല. നമുക്ക് ഉണ്ടാകും. പട്ടികളെ സംബന്ധിച്ച് അറിയാം, തെക്കോട്ട് റോട്ട് ഓടും, പോലെ വടക്കോട്ട് റോട്ട് ഓടും, കിഴക്കോട്ട് റോട്ട് ഓടും, പടിഞ്ഞാറോട്ട് റോട്ട് ഓടും. ഈ ഓട്ടമല്ലാതെ യാതൊരു ഗുണവും പട്ടി കിട്ടുന്നില്ല. ഇതുപോലെ നമ്മൾ ചുമ്മാ കിടന്ന് ഓടുകയല്ല വേണ്ടത്. പിന്നെന്താണ്, നമുക്ക് ഒരു ലക്ഷ്യം വേണം, ജീവിതത്തിൻ്റെ ലക്ഷ്യം ഉണ്ടാകണം. ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ഓടണം.
നിൻ്റെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടാകണം. ആ ജീവിത ലക്ഷ്യപ്രാപ്തിയിൽ ഓടണം. ഒരു കാര്യം ഓർക്കേണ്ടത്, ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എൻ്റെ ഓട്ടമെല്ലാം പാഴായി പോവുക. അതുകൊണ്ട് ആത്മരക്ഷ എന്നുള്ളത് വളരെ പരമപ്രധാനമായ കാര്യമാണ്. ലോകത്തിൽ നമുക്ക് നേടുവാൻ കഴിയുന്ന എല്ലാതിനേക്കാളും വിലയുള്ള ഒരു ആത്മാവ് നമ്മുടെ ഉള്ളിൽ വാസ്തവം ചെയ്യുന്നതുകൊണ്ട് ആത്മരക്ഷ നേടുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായൊരു കാര്യം. കാരണം എന്താണ്? ജീവിതത്തിൽ പെരുതി കാണുന്ന എവനെയും തീപ്പൊയ്കൾ തള്ളിയിടും. ഒരിക്കൽ മരണമുണ്ട്, ന്യായവിധിയുണ്ട്. അത് ദൈവത്താൽ നിയമിക്കപ്പെട്ടതാ, മാറ്റമില്ല. അതുകൊണ്ട് ആത്മരക്ഷ കരസ്ഥമാക്കണം. എപ്പോഴാണ്? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് കണ്ടെത്തണം. മരണശേഷം നമുക്ക് ആർക്കൊരു അവസരമില്ല. ഓരോരുത്തരുടെ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നമ്മെല്ലാവരും യേശുക്രിസ്തുവിൻ്റെ ന്യായാസനം നിൽക്കേണ്ടി വരും എന്നുള്ളതാണ്. അതുകൊണ്ട് നാം ആ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആത്മരക്ഷയ്ക്കായിട്ട് ജീവിക്കുക, ഓടുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം. ആ ലക്ഷ്യം തെറ്റിപ്പോകരുത്. കാരണം മറ്റെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതാണ്, ഇവിടെ ഉപേക്ഷിച്ച് പോകേണ്ടതാണ്. എന്നാൽ കൂടെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വലിയ സമ്പത്താണ് ആത്മരക്ഷ എന്നുള്ളത്. അത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസാൽ പ്രാപിക്കേണ്ടതാണ്. മനുഷ്യൻ പാപിയാണ്, പാപത്തിൻ്റെ ശിക്ഷയുണ്ട്. മനുഷ്യൻ സ്വയമായി രക്ഷപ്പെടാൻ സാധ്യമല്ല. രക്ഷിപ്പൻ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിപ്പാൻ ഇടയായി തീർന്നു. ആ പാപപരിഹാരത്തിൽ വിശ്വസിച്ച് പാപങ്ങളേറ്ററിഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തെ ഭയപ്പെട്ടും അനുസരിച്ചും ജീവിക്കുവാൻ തീരുമാനമെടുക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളെ തിരുവാൻ കർത്താവ് അവസരം കൊടുത്തിരിക്കുകയാണ്, അധികാരം കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവിലുള്ളവർക്ക് ശിക്ഷാവധിയുമില്ല. ആ സത്യം മനസ്സിലാക്കിക്കൊണ്ട് യേശുക്രിസ്തു വിശ്വാസാൽ പാപക്ഷമ പ്രാപിച്ച് നിത്യജീവന് അവകാശിയായി തീരുവാൻ ആത്മരക്ഷ പ്രാപിപ്പാനായിട്ട് കർത്താവ് നമ്മോട് സഹായിക്കുമാറാകട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ ആത്മരക്ഷ പ്രാപിച്ച പ്രിയപ്പെട്ടവർ ശാന്തമായ ജീവിതത്തെ പരിശോധിക്കണം. എവിടെയെങ്കിലും വീഴ്ച വന്നു പോയിട്ടുണ്ടോ? പരാജയം സംഭവിച്ചു പോയിട്ടുണ്ടോ? ഒരു തിരുത്തൽ ആവശ്യമാണോ? ക്രമീകരണം ആവശ്യമാണെങ്കിൽ ഈ പാഠം പഠിക്കുമ്പോൾ ക്രമീകരണത്തോടെ തെറ്റുകളേറ്റ് പറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് ദൈവനെ യാചിച്ച് ദൈവത്തിലേക്ക് വരുവാനായി പരിശുദ്ധമാവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. അടുത്ത വാക്യം സുവിശേഷം അറിയിക്കുന്നവൻ്റെ ഒരു വലിയ ഉത്തരവാദിത്വമോടെ പറയുക. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക അത്രേ ചെയ്യുന്നത്. അപ്പോൾ സുവിശേഷം അറിയിക്കാൻ നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മൾ മറ്റുള്ളവരത് അറിയിക്കണം, മറ്റുള്ളവരെ ആത്മരക്ഷ പ്രാപിക്കണം. അതേ സമയം തന്നെ നമുക്കുള്ള വലിയൊരു ഉത്തരവാദിത്തമാണെന്ന് നാം നമ്മെ സൂക്ഷിക്കുക എന്നുള്ളത്. ആ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കുന്നത് മാത്രം ഉത്തരവാദിത്തമല്ല, ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമ്മുടെ ജീവിതത്തെ സൂക്ഷിപ്പാനുള്ള ഒരു വലിയ ഉത്തരവാദിത്തം നമുക്കുണ്ട്. ഇവിടുത്തെ മുഷ്യുദ്ധം നടത്തുന്നവരായിട്ടല്ല, മറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഗൗരവത്തോടു കൂടി നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കേണ്ടതായ ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട്. നാം നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഇടവരരുതെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മെ തന്നെ സൂക്ഷിക്കുവാനായിട്ട്, നമ്മെ കാണുവാനായിട്ട്, നമ്മെ ക്രമീകരിക്കാനായിട്ട് കർത്താവ് സഹായിക്കട്ടെ. മറ്റുള്ളവർ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ട് നമ്മളെ മനസ്സിൽ കാണപ്പെടുവാനായിട്ട് നമ്മൾ സമർപ്പിക്കുവാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. നാം ഈ പാഠം പഠിച്ചപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ബിരുദ പ്രാപിക്കാൻ തക്കവണ്ണം ഓടുക എന്നുള്ളതാണ്. ആ പ്രാപിക്കാൻ തക്കവണ്ണമുള്ള ഓട്ടം നമ്മിലുണ്ടാകുവാനായിട്ട് നമുക്ക് നമ്മെ സമർപ്പിച്ച് ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളിത് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതൊക്കെ വാസ്തവമാണ്. അപ്പോൾ തന്നെ ആ ബിരുദ പ്രാപിക്കുവാനായിട്ട്, ആ വിജയം പ്രാപിപ്പാനായിട്ട്, ആ കിരീടം പ്രാപിപ്പാനായിട്ട്, ആ പ്രതിഫലം പ്രാപിപ്പാനായിട്ട് ഞങ്ങളെ നീ യോഗ്യനാക്കണമേ. ഏതെങ്കിലും നിലകളിലൊക്കെ ലക്ഷ്യം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ കർത്താവ് ക്ഷമിക്കണമേ, ഞങ്ങളെ കഴുകണമേ, ശുദ്ധീകരിക്കണമെന്ന് മുതിർത്ത് പ്രാർത്ഥിക്കാം. എവിടെയാണ് നമ്മൾ വഴിതെറ്റിപ്പോയത് മനസ്സിലാക്കിയിട്ട് തിരിഞ്ഞു വരുവാൻ നമുക്ക് ദൈവത്തോട് നമ്മൾ സമർപ്പിക്കാം. എന്താണ് മാനസാന്തരം? നാം ദൈവത്തിന്
പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് ഓടിയ യാത്രയിൽ നിന്ന് ആ യാത്ര അവസാനിപ്പിച്ച് ദൈവത്തിനെ അഭിമുഖമായി വന്ന് ദൈവത്തോട് അടുത്തു വരുന്നതായ ആ പ്രവർത്തനത്തെയാണ് മാനസാന്തരം എന്ന് ഉപയോഗിക്കുന്നത്. ദൈവത്തിൽ നിന്ന് അകന്നു പോയവൻ ദൈവത്തിലേക്ക് മടങ്ങി വരിക, ദൈവപ്രമാണങ്ങളിലേക്ക്, ദൈവവ്യവസ്ഥകളിലേക്ക് മടങ്ങി വരിക, എൻ്റെ തീരുമാനങ്ങളിലേക്ക് മടങ്ങി വരിക, സമർപ്പണത്തിലേക്ക് മടങ്ങി വരുവാൻ കർത്താവ് സഹായിക്കട്ടെ. പൊരുതുന്നവൻ വിരുദ്ധപ്രാപ്യത്തൊക്കെ വേണം ഓടുവാനായിട്ട് സമർപ്പിച്ച ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവ് തന്ന സെക്ഷനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഓട്ടക്കളത്തിലാണെന്ന് മനസ്സിലാക്കുന്നു, ഞങ്ങൾ യുദ്ധക്കളത്തിലാണെന്ന് മനസ്സിലാക്കുന്നു. കർത്താവെ, കിരീടം പ്രാപിക്കുവാൻ, വിരുദ്ധ പ്രാപിക്കുവാൻ, അങ്ങയിൽ നിന്ന് നല്ല പ്രതിഫലം പ്രാപിക്കാത്ത രീതിയിൽ ഓടുവാനായിട്ട് സ്വർഗങ്ങൾ സഹായിക്കുമ്പോഴാണമേ. ഞങ്ങൾ ദേശം സുവിശേഷം പറയാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. സാവേ അതിന് നിർബന്ധയോടെ കിടക്കുന്നു മനസ്സിലാക്കിയുണ്ട്. ഞങ്ങൾ രാവുകൾ ഉത്സാഹത്തോടെ സുവിശേഷം പറയാനുള്ള കൃപ നൽകപ്പെടുമ്പോഴാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശ്രോതാക്കളെ നിലനിർത്താൻ അനുഗ്രഹിക്കുമ്പോഴാണമേ. പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും മുഖാന്തരമായി അങ്ങേ എൻ്റെ അടുക്കലേക്ക് അടുക്കുവാനായിട്ട് ഇവരിങ്ങനത്തെ ഉപയോഗിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. വേറെ വ്യക്തിപരവും കുടുംബപരവുമായ സകല വിഷയങ്ങളും ആവശ്യങ്ങളും ഇവരിങ്ങനത്തെ താല്പര്യങ്ങളെ പ്രവർത്തിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയമായി, ഭൗമികമായി, ശാരീരികമായി, മാനസികമായിട്ട് എല്ലാവരും അഭിവൃദ്ധി പ്രാപിപ്പുറത്ത് അധികമായി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ചെയ്ത വലിയ കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ക്ഷമയുടെ ഈ സെക്ഷനും ശ്രദ്ധിച്ച നിങ്ങൾക്ക് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമ്പോഴാകട്ടെ. കർത്താവിൻ്റെ താമസിച്ചാൽ അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് തൻ്റെ വിസ്താരമേറിയ ചെറുകടികൾ നമ്മൾ സൂക്ഷിക്കുന്നതിനായിട്ട് പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. സന്ദേശങ്ങൾ പങ്കുവയ്ക്കണം, ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കണം. ഷെയർ ചെയ്യുന്നതിലൂടെ സുവിശേഷീകരണത്തിൻ്റെ പങ്കാളിത്തമാകാം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സുവിശേഷത്തിൻ്റെ പങ്കാളിത്തം വഹിക്കുക അങ്ങനെ ചെയ്ത് അങ്ങനെ ആദായപ്പെടുത്തും. കർത്താവിനെ സഹായിക്കട്ടെ. നിങ്ങളുടെ സഹകരണത്തിന്, പ്രോത്സാഹനത്തിന് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.